വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാം, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസുഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവർക്ക് വളരെയധികം ബഹുമതിയും വളരെയധികം പ്രാധാന്യവും നൽകിയിട്ടാണ് ഈ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അതിപ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബദർ യുദ്ധം. ദീനിന് വേണ്ടിയിട്ട്, ഇവിടെ ഈ ദീന് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലും അവിടുത്തെ സ്വഹാബാക്കളും കഠിനാധ്വാനം ചെയ്ത് അവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഈ ഇസ്ലാം എന്നുള്ള ഈ അമാനത്ത് നാം എങ്ങനെയാണ് ഈ ഇസ്ലാം ഇവിടെ നിലനിന്നത് നാം മനസ്സിലാക്കാതെ പോകുന്നവരാണ് പലരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം ഉണ്ടാകണമെന്നൊരിക്കലും കരുതിയിട്ടില്ലെങ്കിലും സ്വാഭാവികമായി ആ യുദ്ധത്തിലേക്ക് കാലം തെളിയിച്ചതാണ് സത്യം. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയായിരുന്നു: അള്ളാഹുവേ, ഞങ്ങൾ ആൾ കുറഞ്ഞാണ്, ഞങ്ങൾക്ക് ആയുധങ്ങളോ കുറവാണ്, ഞങ്ങളെക്കാൾ 10 ഇരട്ടി ആളുകളാണ് മറുഭാഗത്തിലുള്ളത്. അവർക്ക് പല ആയുധങ്ങളുമുണ്ട്, അവർക്ക് കീഴ്പ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ നീ ഞങ്ങളെ സഹായിച്ചിട്ടില്ല എങ്കിൽ നിന്നെ അള്ളാഹ് എന്ന് വിളിക്കുന്ന ഒരാളും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന് കരഞ്ഞും കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച്, ആ പ്രാർത്ഥനത്തിൻ്റെ ഫലമെന്നോളം അള്ളാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ ഇറക്കി വൻതോതിൽ മുസ്ലിമീങ്ങളെ വിജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കുറേ ആൾഭയം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറേ ആൾക്കാരുകളും കുറേ ആയുധങ്ങളുണ്ടായിട്ടോ നമ്മൾ വിജയിക്കണം എന്നില്ല. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചിലപ്പം വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബദർ യുദ്ധത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതെന്താ? നിങ്ങൾ എത്ര ആൾബലമില്ലെങ്കിലും, നിങ്ങൾ എത്ര സൈന്യമില്ലെങ്കിലും നിങ്ങൾ എന്നെ തവക്കലാക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ ഓരോ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ തവക്കുലാക്കിയ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അത് വിജയിക്കുമെന്ന് ബദർ നമുക്ക് തെളിയിച്ചു തന്ന ഒരു സംഗതിയാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബദരീങ്ങളുടെ മഹത്വം അറിയാതെ പോകുന്നതാണ് പലരും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ 2 സ്വഹാബാക്കൾ സംസാരിച്ചതിനടുക്ക് ഒരു സ്വഹാബി ഉച്ചത്തിൽ സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തുന്നുണ്ട്: ഓ സ്വഹാബി, നിങ്ങൾ പതുക്കെ സംസാരിക്കുക, കാരണം അപ്പുറത്തുള്ളവൻ ബദർ പങ്കെടുത്ത ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുന്നുണ്ട്. അത്രക്കും ശബ്ദം പോലും പതുക്കെ ആക്കി അവനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയധികം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ബദരീങ്ങളെ ആദരിച്ചിട്ടുമുണ്ട്. അതാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. ബദരീങ്ങളെ നാം എന്താകണം? ബഹുമാനിക്കണം. അത് തന്നെയാണ് ഞാൻ ആദ്യം ഖുർആനിൽ ഓതിയ ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്, അല്ലാതെ മരിച്ചവരാണെന്ന് നിങ്ങൾ കരുതരുത് എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ബദരീങ്ങളെ അനുസ്മരിക്കുക, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതുക, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. ഞാൻ ബദരീങ്ങളുടെ ഹദ്റത്തിലേക്ക് ഫാത്തിഹ ഓതിയിട്ടുണ്ട്, റഹ്മാനെ നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക.
ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിറവേറ്റുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ഇഷ്ടം വെച്ചിട്ടുണ്ട്, അവർക്ക് ബഹുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ബദരീങ്ങൾക്ക് ഫാത്തിഹ ഓതി, ബദരീങ്ങളെ ബൈത്ത് ചൊല്ലി, ബദരീങ്ങളെ മൗലൂദ് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നമ്മൾ പറയുക. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും തീർച്ചയാണ്. റഹ്മാനായ അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിച്ച് തരുമാറാകട്ടെ.